തൊഴിലുറപ്പ് പദ്ധതിയുടെ പാർലമെൻറ്റിൽ പറയുകയും നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ കത്തയക്കുകയും ചെയ്തതാണ്. അതിന് നമ്മുടെ സ്റ്റാൻഡ് ക്ലിയറാണ്. ഈ വെട്ടിക്കുറയ്ക്കുക എന്നുള്ളതല്ല, യഥാർത്ഥത്തിൽ തൊഴിലുറപ്പ് പദ്ധതി ഇല്ലാതാക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ അവർ പറയുന്ന ബില്ലിനകത്ത് 125 ദിവസം വരെ ചില സ്ഥലത്ത് അല്ലെങ്കിൽ വരും എന്നെല്ലാം പറയുമ്പോൾ നോട്ടിഫൈ ചെയ്ത പഞ്ചായത്തിലേ ഇത് വരുള്ളൂ. അവർ തീരുമാനിക്കുന്ന എത്രയാണോ, ഇപ്പോൾ കേരളത്തിൽ 9 കോടി തൊഴിൽ ദിനങ്ങളുണ്ടെങ്കിൽ അടുത്ത പ്രാവശ്യം അവർ 5 കോടി തൊഴിൽ ദിനങ്ങളെ തരുമെന്ന് പറഞ്ഞാൽ അത് നേരെ പകുതിയായില്ലേ. അപ്പോൾ ഫലത്തിൽ തൊഴിലുറപ്പ് പദ്ധതി ഇല്ലാതാവുക എന്നുള്ളത് തന്നെയാണ് ഉണ്ടാവാൻ പോകുന്ന സ്ഥിതി. അത് പിന്നെ ജനങ്ങളെ ഓരോ മേഖലയിലും പറ്റിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് തൊഴിലുറപ്പ് പദ്ധതി ഇല്ലാതാക്കാൻ അവർ തീരുമാനിച്ചിരിക്കുന്നു. കാരണം കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സാമ്പത്തിക നയം കാരണം അവരും അവരുടെ വാസ്തവത്തിൽ മെച്ചപ്പെട്ട സാഹചര്യമല്ല. അതിനെന്താ ചെയ്യുന്നത്? വീണ്ടും ഓരോ മേഖലയിൽ സാധനങ്ങൾ കൊടുക്കാനുള്ളതിൻ്റെ, അല്ലെങ്കിൽ യൂറിയ, കൃഷിക്കാർ യൂറിയയ്ക്ക് നെട്ടോട്ടം ഓടുന്നു പറഞ്ഞ് വാർത്ത വരുന്നുണ്ടല്ലോ. വേണ്ടത്ര ഉൽപ്പാദനമില്ല, സബ്സിഡി കുറയ്ക്കുന്നു, ഓരോ മേഖലയിലും കുറയ്ക്കുകയാണ്. തൊഴിലുറപ്പ് പദ്ധതി ഇല്ലാതാക്കാൻ അവർ ആലോചിക്കുന്നത് തന്നെയാണ് അർത്ഥം. ഈ കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതി വെച്ച് സംസ്ഥാന എന്നിട്ട് ഈ തൊഴിലുറപ്പ് പദ്ധതി പോലെയുള്ള പദ്ധതികൾ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു, അവർ തീരുമാനിച്ച് മുന്നോട്ട് പോകുന്നു. എന്നിട്ട് BJP-ക്കാർ കേരളത്തിലൊക്കെ ചെന്നിട്ട് പറയുന്നത് ഇത് വളരെ നല്ലതാണ്, 125 ദിവസം പണി കിട്ടുമെന്ന് ആളുകളെ പറ്റിക്കാൻ ഇങ്ങനെ നടക്കുന്നുണ്ട്. BJP-യുടെ ഈ ഡോർ ടു ഡോർ അല്ലെങ്കിൽ രഹസ്യമായിട്ടുള്ള സംസ്ഥാനത്തിന്റെ സാമ്പത്തിക ബാധ്യത ഇരട്ടിയാവുക എന്നുള്ളത് സ്വാഭാവികമായിട്ട് നടത്തണമെങ്കിൽ അത് വരും. പക്ഷെ അത് ഇല്ലാതാക്കാൻ തന്നെയാണ് തീരുമാനിക്കുന്നവർ. അവരവസാനം ഈ പറഞ്ഞ പോലെ ഇപ്പം പിന്നെ 9 കോടി തൊഴിൽ ദിനങ്ങൾ അല്ലെങ്കിൽ 4000 കോടി കേരളത്തിന് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അവർ നേരെ അത് പകുതിയല്ല ആക്കുന്നത്. അവരതിൻ്റെ തൊഴിൽ ദിനം കൂടെ വെട്ടിക്കുറച്ചാൽ അത് 1000 കോടിയാവും. അടുത്ത വർഷം അറിയണം, സ്റ്റേറ്റിൽ ഈ ഇന്ത്യ ഗവൺമെൻറ്റിൽ ആകെ നോക്കുമ്പം കഴിഞ്ഞ വർഷങ്ങളിലായിട്ട് ഈ തൊഴിലുറപ്പ് പദ്ധതിക്ക് പണം വെക്കുന്നില്ല. ഈ വർഷത്തെ ബഡ്ജറ്റ് നോക്കിക്കോളൂ. അവരുടെ ഫെബ്രുവരി മാസം ബഡ്ജറ്റ് വരുമല്ലോ. ബഡ്ജറ്റിൽ ഇപ്പോൾ ഉള്ളതിൻ്റെ നേരെ പകുതിയായിട്ടാണ് പണം പോകും. അതും തന്നെ ചിലവാക്കില്ല എന്ന് പറഞ്ഞാൽ തൊഴിലുറപ്പ് പദ്ധതി ഇല്ലാതാക്കുകയാണ്. സ്റ്റേറ്റ് ഗവൺമെൻറ് വേണമെങ്കിൽ സ്വന്തമായിട്ട് ചെയ്തോളാം. സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് ഇതൊക്കെ സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റും. ഈ കേന്ദ്രത്തിൽ നിന്ന് ഈ പണമെല്ലാം പിരിച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്ന് അങ്ങോട്ട് അർഹമായി തരാതിരിക്കുന്ന ഒരു സമീപനം ഉള്ളതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ് ഗവൺമെൻറ്റിനും, എന്തായാലും കേരളത്തെ പറ്റി എനിക്കറിയാം, കേരളം ഇത്രയൊന്നും ശ്വാസം മുട്ടത്തില്ല. ഇവിടെ ഏറ്റവും നമുക്കുള്ളതെല്ലാം കളക്ട് ചെയ്തിട്ട് അർഹമായത് കിട്ടാതിരിക്കുന്ന പ്രശ്നമാണ്. അത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. ആ ഒരു സ്ഥിതി തന്നെയാണ്. എല്ലാം നിങ്ങളുടെ നിന്ന് പിടിച്ചെടുക്കുകയും നിങ്ങൾക്ക് നികുതി പിരിക്കാനുള്ള അവകാശം ഇല്ലാതാവുകയും എല്ലാം ചെയ്യുക, എന്നിട്ട് ഇവിടുന്ന് തരുന്നത് കുറയ്ക്കുന്നു. ഇതാണ് പ്രശ്നം.